വികസനത്തിന്റെ അനിവാര്യതയ്ക്ക് മുന്നിൽ മുത്തശ്ശിമാവ് വഴിമാറിക്കൊടുത്തപ്പോൾ നാട്ടുകാരുടെ മനസ്സിൽ അവശേഷിച്ചത് മധുരവും നൊമ്പരവും ഉണർത്തുന്ന ഓർമ്മകൾ. വെള്ളിക്കുളങ്ങര ചാലക്കുടി റോഡരികിൽ വളർന്നു നിന്നിരുന്ന മാവിന് 120 വർഷത്തെ പഴക്കമുണ്ടെന്ന് പ്രദേശത്തെ മുതിർന്നവർ സാക്ഷ്യപ്പെടുത്തുന്നു. തലച്ചുമടുമായി നാട്ടുവഴി താണ്ടിയിരുന്ന പൂർവികരുൾപ്പെടെ തലമുറകൾക്ക് തണലൊരുക്കിയ മുത്തശ്ശി മാവാണ് മലയോര ഹൈവേയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം മുറിച്ചു നീക്കപ്പെട്ടത്. വെള്ളിക്കുളങ്ങരയുടെ വളർച്ചയ്ക്കും വികാസത്തിനും സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഈ മുത്തശ്ശി മാവ് ഒട്ടേറെ ചരിത്ര മുഹൂർത്തങ്ങൾക്കും മൂകസാക്ഷിയായിട്ടുണ്ട്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ചാലക്കുടിയിൽ നിന്ന് പറമ്പിക്കുളത്തേക്ക് നിർമ്മിക്കപ്പെട്ട കൊച്ചിൻ ഫോറസ്റ്റ് ട്രാംവേയുടെ ശില്പികളെയും ട്രാംവേയുടെ എഞ്ചിനീയർമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാരെയും കണ്ടു വളർന്നവളായിരുന്നു മരമുത്തശ്ശി. വെള്ളിക്കുളങ്ങര വനമേഖലയിൽ സ്ഥാപിതമായ രാമവർമ്മ തേക്കു പ്ലാന്റേഷനിലേക്കും കൂപ്പുകളിലേക്കും തൊഴിലാളികൾ കൂട്ടത്തോടെ പോയിരുന്ന ഒരു കാലത്തിനും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. മാവിന്റെ ഉദ്ദേശം 125 വർഷത്തിന് കൂടുതലായി കാണും. നല്ല ഒരു മാവ് ഇക്കാലത്ത് കേരളത്തിൽ ഉണ്ടാവില്ല. അതിന്റെ മാങ്ങ കടുമാങ്ങയായിട്ട് ഉപയോഗിക്കാൻ പലരും വന്ന് കൊണ്ടുപോകാറുണ്ട്. ഇത്തരം മാവുകൾ ഇനിയുണ്ടാകട്ടെ. കേരളത്തിലും വെള്ളിക്കുളങ്ങരയിലും നശിപ്പിച്ചതിന്റെ കാലഘട്ടം ഉണ്ടായത് റോഡ് മലയോര ഹൈവേ വന്നതിന്റെ പേരിലാണ്. അല്ലെങ്കിൽ ഇന്നും ആ മാവ് അവിടെ സ്ഥിതി ചെയ്താണ്. വെള്ളിക്കുളങ്ങരയിലെ മാതാ ടാക്കി സ്ഥിതി ചെയ്തിരുന്നത് ഈ മാവിന് തൊട്ടടുത്തായിരുന്നു. വെള്ളിക്കുളങ്ങരക്കാർ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത സംഭവങ്ങൾക്കും ഈ മാവ് സാക്ഷിയായി. ട്രേഡ് യൂണിയനുകൾ തമ്മിലുള്ള സംഘർഷങ്ങളിൽ നാട് കലുഷിതമായപ്പോൾ സ്ഫോടന ശബ്ദങ്ങൾക്കും മുറിവേറ്റവരുടെ ആർത്തനാദത്തിനും ചെവി കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. മുറിച്ചു നീക്കപ്പെട്ടെങ്കിലും വെള്ളിക്കുളങ്ങരയിലെ പ്രസന്റേഷൻ ഹൈസ്കൂളിലേക്കും സർക്കാർ UP സ്കൂളിലേക്കും പല കാലഘട്ടങ്ങളിലായി നടന്നുപോയി വന്നവരുടെ മനസ്സിൽ ഈ മുത്തശ്ശിമാവ് എന്നും മധുരമുള്ള ഓർമ്മകൾ പടർത്തി തണൽ വിരിച്ചു നിൽക്കും. TCV ന്യൂസ്, കൊടകര.